എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, സമയം 3 മണി ആകാനായിട്ട് പോകുന്നുള്ളൂ. അടുത്ത മൂവ്മെൻറ്റ് ഒരു ട്രിപ്പിൾ ബോട്ടത്തിലേക്കാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ 3 മണിക്ക് ചെറിയൊരു ലോ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 3 മണിക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്ട്രൈക്ക് 24,100 C ആണ്. 3 മണിക്ക് ചെറിയൊരു ലോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ഈ ഒരു പുതിയ സ്ട്രൈക്കാണ് 24,100 എന്നുള്ള പുതിയ സ്ട്രൈക്കാണ്. 2:58 അപ്പം 3 മണിക്ക് ചെറിയൊരു ലോ വരികയാണെങ്കിൽ നമുക്കൊരു അടുത്ത ക്യാൻഡിലിൽ ഒരു ലോ വരികയാണെങ്കിൽ ഒരു ബൈ അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. 2:57 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോ വരികയാണെങ്കിൽ ലോ ഓൾമോസ്റ്റ് ഈ ഒരു സോണിൻ്റെ അകത്തായിരിക്കണം ഒരു ലോ വരേണ്ടത്. അതിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആണ്. PE 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 159 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത്. അപ്പോൾ അത് 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജെനുവിൻ ആണോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പിയിൽ 127, 124 താഴത്തോട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ പോയാൽ മാത്രമാണ് 150 ബ്രേക്ക് ചെയ്തിട്ടുള്ള പിയുടെ മൂവ്മെൻറ്റിന് വാല്യൂ ഉള്ളൂ. അല്ലാത്ത പക്ഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോ വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയാൽ അതിൻ്റെ ടാർഗറ്റ് 160 ആയിരിക്കും. അപ്പോൾ ഇനി 1.5 മിനിറ്റ് കൂടെ ഉണ്ട് 3 മണിയുടെ ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ 2:59 ആയിട്ടുണ്ട്. 38 സെക്കൻഡ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി അടുത്ത 3 മണിയുടെ ക്യാൻഡിൽ ഓപ്പൺ ആവാനായിട്ട്. അപ്പോൾ മാർക്കറ്റ് 150 ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇപ്പോൾ ഒരു വിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വീണാൽ PE 150 ഏകദേശം കൺസോളിഡേഷൻ സോൺ 163 വരെ പോകത്തുള്ളൂ. 11 സെക്കൻഡ് കൂടെ ഉണ്ട്.
അപ്പോൾ ട്രെൻഡ് ബ്രേക്കൗട്ട് 150 മുകളിൽ നിൽക്കുന്നത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് എന്ത് ചെയ്യാം, ഒരു ബൈ നമുക്ക് എടുക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കണം, നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ താഴത്തോട്ട് വരാതിരിക്കാം. അപ്പോൾ നമ്മൾ ആ സോണിനെ ബേസ് ചെയ്തിട്ടാണ് 3 മണിക്കത്തെ എൻട്രി എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ടാർഗറ്റ് 160 ആണ്. അപ്പോൾ അത് 141 ഒരു റിജക്ഷൻ പോയിൻ്റ് ആണ്. 141 മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ആയാൽ മാത്രമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി കോസ്റ്റ് ടു കോസ്റ്റിൽ വെക്കാനുള്ള ഒരു ചാൻസസ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് സാധനം നല്ല രീതിയിൽ താഴത്തോട്ട് ഡംപാവും. അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ 124 താഴത്തോട്ടാണ് ഡംപായാലും സ്റ്റോപ്പ് ലോസ് വരുന്നത്. അല്ലാത്ത പക്ഷം ഈ മൂവ്മെൻറ്റ് റിജക്ഷൻ ആവാനുള്ളത് 141 ആണ്. 141 മുട്ടിയിട്ട് താഴത്തോട്ട് വന്നാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാം. 141 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. അല്ലാത്ത പക്ഷം സ്റ്റോപ്പ് ലോസ് 124 ആയിരിക്കും. കാരണം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്യാത്ത കൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ആ ഒരു സ്ട്രൈക്കിന് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൻ്റെ റീസൺ. കാരണം ഡംപ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്ട്രൈക്ക് എടുത്തതും. പിന്നെ വന്നില്ലെങ്കിൽ പോട്ടെ, മേളിലോട്ട് 160 കാണാം, നല്ല കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്രേക്കൗട്ട് ജെനുവിൻ ആണോ ഫാളാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ 150 മുകളിലേക്ക് മാർക്കറ്റ് പോയാലും ഈ ഒരു റെക്റ്റാങ്കിൾ സോൺ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ പിയുടെ ബ്രേക്കൗട്ടിന് വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 3 മണിയുടെ ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇത് 141.6 പോയിൻറ്റിൽ ഒരു റിജക്ഷൻ ഉണ്ട്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 154 160 കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം തിരിച്ച് താഴത്തോട്ട് തന്നെ മാർക്കറ്റ് പോരും. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇടേണ്ട സ്ഥലം 120 133 നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി. ഈ അനലൈസിങ്ങിൻ്റെ പുറകെ പോയത് കാരണം എൻട്രി കുറച്ച് ഡിലേ ആയിപ്പോയി. അല്ലെങ്കിൽ പക്ക നമുക്ക് 125 എൻട്രി കിട്ടേണ്ടതാണ്. 8 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പിയിൽ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. 143 SMA ടച്ച് ചെയ്തിട്ടുണ്ട്. ആ 143 ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഫാള് കിട്ടിക്കഴിഞ്ഞാൽ 112 മാർക്കറ്റ് ഫാളാവും. അതേപോലെ ഇൻഡെക്സിൻ്റെ ക്യാൻഡിലിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 24,198 24,412 SMA, 24,238 കൺസോളിഡേഷൻ സോൺ. അപ്പോൾ ഈ മാർക്കറ്റ് നിൽക്കേണ്ടത് 24,238 പോയി നിൽക്കേണ്ടത് 3:30 ആകുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി പാസ്സാക്കി വെച്ചിരിക്കുന്നതിനുവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി 141 ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമാണ് 160 154 160 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് പ്രോഫിറ്റ് കുറച്ച് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ ഒരു പോയിൻ്റോ ഒക്കെ കയറ്റി വെച്ചിട്ട് 3:30 വരെ കയ്യും കെട്ടിയിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 10 പോയിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഇവിടെ 10 പോയിൻ്റ് 250 രൂപ ഇറങ്ങാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് അവിടെ നിന്ന് റിജക്ഷൻ മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അപ്പോൾ നമ്മുടെ എൻട്രി പ്രൈസ് ഓൾമോസ്റ്റ് 133 നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് താഴത്തോട്ട് നല്ലൊരു ബ്രേക്കൗട്ട് താഴത്തോട്ട് വന്നാൽ ഒരു റീടെസ്റ്റിന് മുകളിലോട്ട് വരും. ഇപ്പോൾ ഇവിടം വരെ എത്തുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഇറങ്ങാതെ അത് ഇനിയും മുകളിലോട്ട് പോയാലോ എന്നും പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ പെട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ളവർ പെട്ടുപോവുകയാണെങ്കിൽ അവിടെ എളുപ്പം തടിയൂരാൻ പറ്റുന്ന ഒരു ലെവൽ എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കണം. അടുത്ത ക്യാൻഡിലിൻ്റെ ഫോർമേഷനിൽ ഒരു ലോ വന്നിട്ടുണ്ട്.
ലോ നമ്മുടെ ബോക്സിൽ ടാപ്പ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അത് ജസ്റ്റ് 2 ലോട്ടൊന്ന് ആവറേജ് ചെയ്തപ്പോൾ 122 132 അങ്ങോട്ട് നിന്നത് 2 പോയിൻ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും എന്തായി, നമ്മുടേത് 100 പോയിൻ്റ് ലോസ് പോയത് വീണ്ടും പ്രോഫിറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം. കാരണം സമയം തീരെ ശരിയല്ല, കാരണം ഈവനിങ് ടൈമായി. അപ്പം അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബോക്സിൻ്റെ താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് അടിച്ചു പോകണമെങ്കിൽ അടിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ. നമുക്ക് പ്രോഫിറ്റും വേണ്ട ലോസും വേണ്ട, നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. കയറിപ്പോയാൽ 3:30 ആകുമ്പോൾ സാധനം 130 വരണം. നമ്മൾ ആവറേജ് ചെയ്ത പ്രൈസ് താഴത്താണ്, നമ്മുടെ 2 എണ്ണം സ്റ്റോപ്പ് ലോസ്. ഇനിയിപ്പോൾ സമയം കുറവായത് കാരണം RSI ഓൾറെഡി ക്രോസ് ഓവർ ആണ്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സിയിലേക്ക്. ബട്ട് അത് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാത്ത കാരണമാണ്. അല്ലെങ്കിൽ നാളെ രാവിലെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഓവർനൈറ്റ് ഇപ്പോൾ നാളെ 200 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ആവുകയാണെങ്കിലും 300 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ആവുകയാണെങ്കിലും അത് നമുക്ക് ഉറപ്പാണെങ്കിലും നമ്മളൊരു കാരണവശാലും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ 139 ഭാഗത്തേക്ക് വന്നിട്ട് 3:30ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകണം, ഇല്ലെങ്കിൽ 3:29 ട്രേഡ് എവിടെയാണോ അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ക്യാപിറ്റലിൻ്റെ പ്രൊട്ടക്ഷനാണ്. ക്യാപിറ്റലിൻ്റെ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇടണം. പക്ഷേ അത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ഇടാം. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് അപ്പ് സൈഡിലേക്ക് പോവുകയാണോ തിരിച്ച് ഡൗൺ വരുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഈ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് നമുക്ക് കയറ്റി വെക്കാം. കാരണം 3:15 ചിലപ്പോൾ ഒരു ലോ വരാൻ ചാൻസ് ഉണ്ട്. 3:15 ചിലപ്പോൾ ഒരു ലോ വന്നിട്ടേ മാർക്കറ്റ് കയറി പോകത്തുള്ളൂ. അപ്പോൾ 3:15 ക്യാൻഡിൽ അപ്പ് സൈഡിലേക്ക് പോയാൽ നമുക്ക് കയറ്റി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെക്കാം, അല്ലെങ്കിൽ 4 പോയിൻ്റ് അത്ര പോകത്തുള്ളൂ. ഇവിടെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെക്കാൻ പറ്റില്ല. ഈ ക്യാൻഡിൽ ഏത് രീതിയിലാണ് ഓപ്പൺ ആവണമെന്ന് പറയാനായിട്ട് പറ്റില്ല. നല്ലൊരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ലോ എന്തായാലും താഴത്തേക്ക് വരും. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് കളയാതിരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യണം, കയറ്റി നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവിലേക്ക് ഇടുക. 526 250 പോയെങ്കിൽ എന്താ അതിൻ്റെ ഇരട്ടി പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 601 139 ടച്ച് ചെയ്യണം. 620 139 ടച്ച് ചെയ്യാറായി. ഒരൊറ്റ വിക്കും കൂടെ അടിച്ചാൽ മതി. ഓക്കെ, അത് മതി. അപ്പോൾ അങ്ങനെയും കണ്ടോ മുട്ടി, 139 ഓൾമോസ്റ്റ് മുട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഇനി 3:16 ആയിട്ടുള്ളൂ. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 153 160 3:30 ആകുമ്പോൾ വരാം. നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ 139 പറഞ്ഞു, അവിടെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം RSI സ്റ്റിൽ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. 50%ഉം ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ഒരു റെഡ് ക്യാൻഡിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് കറക്റ്റ് സപ്പോർട്ട് എടുത്തു. അവിടെ നിന്നാണ് ആവറേജ് ചെയ്ത് പ്രോഫിറ്റബിളിലേക്ക് ആക്കിയത്. ഒരു 2-3 ലോട്ട് എടുക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5000 റുപ്പീസൊക്കെ ഒപ്പിക്കാം. അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. ടെൻഷനല്ല, എക്സ്പീരിയൻസ് നമുക്ക് വേണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി അത് ഹോൾഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം 3:30 ആകുമ്പോൾ ശരിക്കും
എവിടെ എത്തും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ ശരിക്കും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പൊസിഷൻ തന്നെയാണത്. 3:20 2 ക്യാൻഡിലും കൂടെ ഉണ്ട്. ആദ്യത്തെ റിജക്ഷൻ 153 ആണ്. അത് കഴിഞ്ഞിട്ട് മേലോട്ട് പോയാലാണ് മാർക്കറ്റ് 160 ഭാഗത്തേക്ക് വരത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 30 നിന്ന് എടുത്താൽ 20 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഒരു പോയിൻറ്റും കൂടെ കയറിയാൽ കറക്റ്റ് 21 പോയിൻ്റാണ്. 151 ആയാൽ അപ്പം 3:27 ആയിട്ടുണ്ട്. 3:27 3 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ 3 മിനിറ്റിൽ 152 ട്രിഗർ അടിക്കുമോ അതിന് മേളിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനത്തെ കണക്ക് വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ നാളെ ഒരു അപ്പർ സൈഡ് മൂവ്മെൻ്റ് ആണ് കണ്ടിന്യൂവേഷൻ ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ കൺസോൾട്ടേഷൻ ടൈമിൽ നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ 4 ലൈവ് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഒരു ഡയറക്ഷണൽ ട്രേഡിങ്, ഒരു ആവറേജിങ്, ഒരു പ്ലെയിൻ ചാർട്ട് നേക്കഡ് ട്രേഡിംഗ് സിസ്റ്റം, പിന്നെ 3 മണിയുടെ ട്രേഡിങ്. അപ്പോൾ എല്ലാ വീഡിയോയും നന്നായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇന്ന് വീഡിയോസ് ഇനിയിപ്പം ഒരാഴ്ചത്തേക്ക് ഇത്തിരി ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. ഒന്ന് ഔട്ട്സൈഡിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോയും ലൈവിൻ്റെ വീഡിയോ ഒക്കെ ഇനി വളരെ കുറവായിരിക്കും ഒരാഴ്ചത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.